ചുണ്ട തട്ടുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രവും ചൈതന്യ റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് പ്രതീഷ് ചുണ്ട അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടിക്ക് ക്ഷേത്രം പ്രസിഡന്റ് ബലരാമൻ കുടിയിൽ, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു ചുണ്ട, സെക്രട്ടറി വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. വാർഡ് മെമ്പർ സജിനി മോഹൻ, മുൻ വാർഡ് മെമ്പർ രാമചന്ദ്രൻ, ബാലകൃഷ്ണൻ, ചന്ദ്രൻ പി, ബേബി നൂറമാക്കൽ, അക്ഷയ സ്വാശ്രയ സംഘം സെക്രട്ടറി ബിജു എറണിക്കൽ, കൃഷ്ണൻ കുടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ നിരന്തരം നിത്യവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ ദിവസവും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ വയനാടിൻ്റെ ദുരന്തം, അതുപോലെ തന്നെ ഷിരൂരിലെ അർജുൻ്റെ കാര്യം, അതുപോലെ തന്നെ ഇപ്പോൾ ആഗസ്റ്റ് 15-നുണ്ടായ ഒരു അച്ഛൻ്റെ, അങ്ങനെ നമ്മൾ എപ്പം കേൾക്കുന്നതാണ്. അത് നമുക്ക് സങ്കടം ഉണ്ടാക്കും, ഒരുപാട് വിഷമങ്ങളെല്ലാം ഉണ്ടാക്കും. എങ്കിലും നമുക്കേറെ പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും അടുത്ത ഒരാൾ പോകുമ്പോൾ ആണ് അതിൻ്റെ ഏറ്റവും തീവ്രത നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മുടെ പ്രതീക്ഷ നമ്മളോടൊപ്പം ഇല്ല എന്നൊരു സത്യം ഉൾക്കൊള്ളാനാകാത്ത 2 രാത്രികളാണ് ഇപ്പോൾ കടന്നു പോയത്. ഒരുപാട് ആളുകൾ എന്നെ കാണാൻ പറ്റുന്നു. നിർത്തറ എൻ്റെ വർത്താൻ എൻ്റെ പൈസ നീ കത്തിട്ട് എൻ്റെ പൈസ ആയിരിക്കണം വേണ്ട അല്ല, ഞാൻ പറയുന്നു അതുപോലും എന്നെ കൊണ്ട് പേടിക്കണ്ടെന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ ചില സമയത്ത് തറാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിപ്പോയി. നമ്മൾ എത്രയോ നമ്മളിപ്പോൾ പറയാറില്ല, എത്രയോ കിടപ്പ് രോഗികൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ എങ്ങനെയെങ്കിലും ദൈവം എന്നെ ഒന്ന് വിളിക്കണേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചടക്കുന്ന ഒരുപാട് ആളുകൾ, കിടക്കുന്ന ഒരു സമൂഹം, ഒരു നിവൃത്തിയില്ലാതെ നടക്കാൻ പറ്റാത്ത ആളുകൾ, അല്ലെങ്കിൽ പ്രായം ചെന്നിട്ട് പറ്റുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിച്ചുകൊണ്ടിരിക്കുന്ന, നാളേക്ക് ഈ നാടിൻ്റെ കരുത്തും കാവലുമായിട്ടുള്ള ആളുകൾ, ഇത്ര ചങ്ക് പോലെ ഈ നാടിനെ സ്നേഹിക്കുന്ന, നാടിൻ്റെ കാവലായിട്ട് നടക്കുന്ന ആളുകളെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഈശ്വരോട് ഞാൻ തന്നെ ചോദിച്ചു പോവുകയാണ്, എന്തിനാണ് ഈ ക്രൂരത, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒരു നാടിനെ ഒന്നാകെ സങ്കടത്തിലാക്കിയ പ്രതീഷിൻ്റെ വേർപാട് ഇപ്പോഴും ആ നാടിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന് സാക്ഷികളായി നിരവധി പേർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു.